ചർച്ച തുടരുമ്പോൾ എൻ്റെ ഒരു ചോദ്യം ശ്രീ എൻ പി ചേക്കുട്ടിയോടാണ്. ശ്രീ എൻ പി ചേക്കുട്ടി, താങ്കൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അയോധ്യയുടെ പേരിലൊന്നും ആയിരിക്കില്ല ഈ തെരഞ്ഞെടുപ്പിൽ, അഥവാ അയോധ്യയെ കുറച്ച് നിസ്സാരമായി താങ്കൾ കണ്ടോ എന്നൊരു കാര്യം ആണ് എന്നെ അത്ഭുതപ്പെടുത്തിയത്. അതെന്തുമാകട്ടെ, ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തെ തൊഴിലില്ലായ്മ പരിഹരിച്ച് കളയും, രാജ്യത്തെ പട്ടിണി പരിഹരിച്ച് കളയും എന്നുള്ള മുദ്രാവാക്യമൊന്നും ഉയർത്തിക്കൊണ്ടല്ല BJP ഇന്ത്യ പിടിച്ചെടുത്തത്. അത് അയോധ്യ എന്ന് പറയുന്ന ശക്തമായ രാമൻ എന്ന് പറയുന്ന ബിംബത്തെ ആസ്പദിച്ച് തന്നെയാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, താങ്കൾ ചൂണ്ടിക്കാണിച്ചൊരു പ്രശ്നമുണ്ട്, ഈ ശാസ്ത്രവിധിയൊക്കെ സംബന്ധിച്ച് ഹൈന്ദവ സമുദായത്തിനകത്ത് തന്നെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്ന്. ശരിയാണ്, പുരി ശങ്കരാചാര്യയാണ് അത്തരത്തിലുള്ള അഭിപ്രായം പറഞ്ഞത്. ആ അഭിപ്രായം പറഞ്ഞപ്പോൾ തന്നെ രാമജന്മഭൂമിക്കാർ അതിനെതിരായിട്ടൊരു മറുപടിയുമായി രംഗത്ത് വന്നതും താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ പറഞ്ഞത് ഈ രാമൻ എന്ന് പറയുന്നത് വൈഷ്ണവരായുടെ ദൈവമാണ്, പുരി ശങ്കരാചാര്യയൊക്കെ ശൈവൈറ്റുകളാണ്, അതുകൊണ്ട് നിങ്ങൾ അഭിപ്രായം പറയേണ്ടെന്ന് പറഞ്ഞു. ആ അർത്ഥത്തിലൊരു അക്കാദമിക് തർക്കം അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ ചോദ്യം, ഈ തർക്കത്തെ താങ്കൾ വളരെ പ്രോഗ്രസീവായി കാണുന്നു, ഞാനും അതിനെ അങ്ങനെ തന്നെ കാണുന്നു. പക്ഷേ ഈ ഉത്തർപ്രദേശിലെയും രാജസ്ഥാനിലെയും ബീഹാറിലെയും മധ്യപ്രദേശിലെയും ഒക്കെ ഹിന്ദു വിശ്വാസികളായ രാമവിശ്വാസികളായ മനുഷ്യർക്കിടയിൽ ഈ അക്കാദമിക തർക്കങ്ങൾ, ഈ ശാസ്ത്രവിധി സംബന്ധിച്ച തർക്കങ്ങളൊക്കെ അത്ര ഇഫക്റ്റീവായി പോകുമോ? അവരെ സംബന്ധിച്ചിടത്തോളം ഇതാ ബാബറി മസ്ജിദ് തകർത്തു എന്ന് മാത്രമല്ല, ആ സ്ഥലത്ത് രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നു, അത് അടുത്ത തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉദ്ഘാടനവും ചെയ്തിരിക്കുന്നു. ആ അർത്ഥത്തിൽ അവരുടെ ഒരു കോഴ്സ് ടേക്കപ്പ് ചെയ്തുകൊണ്ട് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നൊരു BJP ആണ് 24-ലെ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. അത്ര നിസ്സാരമാണോ അത്? അല്ല, അതിൻ്റെ പ്രശ്നം രാമക്ഷേത്രം യഥാർത്ഥത്തിൽ 92 മുതലുള്ള കാലത്ത്, സുപ്രീം കോടതി വിധി വരെയുള്ള കാലത്ത് വളരെ പ്രധാനം തന്നെയായിരുന്നു. ആ കാലത്ത് യഥാർത്ഥത്തിൽ ഹിന്ദു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം രാമക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അവരെ കാര്യമായിട്ട് അവരുടെ മനസ്സിനെ സ്വാധീനിച്ചതാണ്. പക്ഷേ ഇപ്പം ആ ഒരു വിഷയം കഴിഞ്ഞിരിക്കുന്നു. സുപ്രീം കോടതി തന്നെ അതിനകത്ത് തീരുമാനമെടുത്തു, ഒരു ട്രസ്റ്റ് ഉണ്ടാക്കി, ട്രസ്റ്റ് പിന്നെ ഒരു ക്ഷേത്രം അവിടെ പണിയുന്നു. അപ്പം അത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഒരു സാധാരണ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്വാധീനം ഉണ്ടല്ലോ. ആ വൈകാരികമായ സ്വാധീനം ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. ഒരു തരത്തിലുള്ള വൈകാരിക ഇഷ്യൂ ഇന്ന് നിലനിൽക്കുന്ന ആരും അതിനോട് എതിർക്കുന്നില്ലല്ലോ. അവിടെ ക്ഷേത്രം പണിയുന്നതിന് ആരാ എതിർപ്പുള്ളൂ? ഒരാൾക്കും എതിർപ്പില്ല. അവിടെയുള്ള ആളുകളൊക്കെ ക്ഷേത്രം പണിയുന്നു, ക്ഷേത്രത്തിൽ പോകേണ്ടവർ പോകുന്നു, പോകാതിരിക്കേണ്ടത്, അവർക്കൊന്നും എതിർപ്പില്ല. അതുകൊണ്ട് തന്നെ ഒരു എതിർപ്പും ഇല്ലാത്തൊരു സാഹചര്യത്തിൽ അവിടെ ഒരു അമ്പലം പണിയുന്നു എന്നുള്ളതിൻ്റെ പേരിൽ മാത്രം ഒരു രാജ്യത്തെ മുഴുവൻ ജനങ്ങളും BJPക്ക് വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ അത് അത്ഭുതകരമായ ഒരു സംഗതിയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ സോമനാഥ ക്ഷേത്രം ഇതിനേക്കാൾ വലിയൊരു ഇഷ്യൂ ആയിരുന്നു ഈ 47, 48, 49 കാലത്തൊക്കെ. അപ്പം അവിടെ ക്ഷേത്രം പണിയുന്നു. അതിനുശേഷം അവിടെ പല രാഷ്ട്രീയ കക്ഷികളും വന്നില്ലേ? ഗുജറാത്തിൽ ഒരുപാട് കക്ഷികൾ മാറി മാറി വന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെ രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്നത് അതാത് കാലത്ത് ഇത്തരം വൈകാരിക വിഷയങ്ങൾ സ്വാധീനിക്കുന്നത് ശരിയാണ്. പക്ഷേ കൽപ്പാന്ത കാലത്തോളം ഈ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് നേട്ടം കൊയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ മാത്രമാണെന്ന് എൻ്റെ അഭിപ്രായം. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരാണ്? ഇവിടുത്തെ കൃത്യമായിട്ടുള്ള പൊളിറ്റിക്കൽ ബാറ്റിൽ തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രാമക്ഷേത്രം എന്നത് RSSന്റേതും BJPയുടേതുമാണ് എന്ന് പറയാതെ പറഞ്ഞ് സമ്മതിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ചെയ്തിരിക്കുന്നത്. അതിനുള്ള BJPയുടെ മറുപടി വന്നിരിക്കുകയാണ്. ജിനേം ശ്രീറാം കെ അസ്തിത്വ पर ही विश्वास नहीं उनसे और ഉപേക്ഷ भी क्या जा सकती है. അതായത് ശ്രീരാമന്റെ അസ്തിത്വത്തിൽ പോലും വിശ്വാസമില്ലാത്തവരാണ് കോൺഗ്രസ് എന്ന് പറയുമ്പോൾ അതിന് കൊടുക്കാനുള്ള മറുപടി എന്താണ് ഒരു പൊളിറ്റിക്കൽ റിപ്ലൈ RSSനും BJPക്കും കൊടുക്കാൻ അവിടെ ഉള്ളത്? ശ്രീ NP ചേക്കുട്ടി. അല്ല, ഇതിപ്പോ RSSകാര് പറയുന്നതിനൊക്കെ മറുപടി കൊടുക്കേണ്ട കാര്യം രാജ്യത്ത് എന്താ ഉള്ളത്? വിഡിത്തകൾ പറയുന്നുണ്ട്, അതിനൊക്കെ ആരാ മറുപടി പറയുന്നത്? അതിനൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. RSS പലതും പറയും, BJP പലതും പറയും. അതൊരു രാഷ്ട്രീയമായിട്ടുള്ള RSS ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായിട്ട് വാലായിട്ട് നിൽക്കുകയാണെങ്കിൽ RSS മറുപടി അറിയിക്കുന്നില്ല. കുട്ടി, മുസ്ലിം ലീഗും കോൺഗ്രസും പറയുന്നതിനേക്കാൾ ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രധാനമന്ത്രി RSSകാരനാണ്. ആ പ്രധാനമന്ത്രിയാണ് ഈ പ്രാൺ പ്രതിഷ്ഠയ്ക്ക് പോകുന്നത്. അപ്പോൾ ശ്രീരാമന്റെ അസ്തിത്വത്തിൽ വിശ്വാസമില്ല ാണ് കോൺഗ്രസ് എന്ന BJPയുടെ ഔദ്യോഗികമായ മറുപടി വന്നിരിക്കുകയാണ് ജയറാം രമേശിന്റെ പ്രസ്താവനയ്ക്ക്. അതിനെന്താണ് മറുപടിയുള്ളത്? അല്ല, അതിനുള്ള മറുപടി ഇപ്പൊ ഈ വിഷയത്തിൽ വളരെ ശക്തമായിട്ടുള്ള ചില അഭിപ്രായങ്ങൾ പറഞ്ഞ ശൈവരെ കുറിച്ച് മോശം പറഞ്ഞിരിക്കുന്ന ആളുകൾ, ശൈവർക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ശങ്കരാചാര്യരെ പോലും തിരുത്തുന്ന ആളുകൾ ഇവിടെയുണ്ട്. അപ്പൊ ശങ്കരാചാര്യർക്ക് ഹിന്ദുയിസത്തെ കുറിച്ച് അറിയില്ല എന്നാണ് അവർ വിചാരിക്കുന്നത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഒരുപാട് ആഭ്യന്തര ഭിന്നതകളുണ്ട്, ആഭ്യന്തര സംഘർഷങ്ങളുണ്ട്, ഭിന്നതകളുണ്ട്, ചരിത്രപരമായിട്ടുള്ള വൈജാത്യങ്ങളുണ്ട്. അതൊന്നും മനസ്സിലാകാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏകപക്ഷീയമായ നിലപാടെടുക്കുകയാണെങ്കിൽ ഹിന്ദു
ഹിന്ദു കമ്മ്യൂണിറ്റിക്കകത്തുള്ള ഭിന്നതകളാണ് പുറത്തേക്ക് വരാൻ പോകുന്നത്. അല്ലാതെ ഹിന്ദുക്കളും മറ്റ് സമുദായങ്ങളും തമ്മിലുള്ള ഭിന്നതകളുടെ വിഷയം തീർന്നിരിക്കുന്നു. ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഈ വിഷയത്തിൽ തർക്കമില്ല. അതുകൊണ്ടൊക്കെ തന്നെ BJPക്ക് ഈ വിഷയം രാഷ്ട്രീയമായിട്ട് നേട്ടം കൊയ്യാൻ ശ്രമിക്കാം എന്നല്ലാതെ അവർക്ക് നേട്ടം കിട്ടുകയില്ല. അവർക്ക് ആദ്യം ഇതിന് മറുപടി പറയേണ്ടി വരിക ശങ്കരാചാര്യരടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്ന വളരെ നൈതികമായ പ്രശ്നത്തോടാണ്, സൈദ്ധാന്തികമായ പ്രശ്നത്തോടാണ്. ആ പ്രശ്നം ഹിന്ദു സമുദായത്തിൻ്റെ ആദ്യകാലം മുതലെയുള്ള ആഭ്യന്തരമായിട്ടുള്ള സംഘർഷങ്ങളുടെയും ഭിന്നതകളുടെയും ഒക്കെ തന്നെ ഭാഗമായിട്ടുള്ളതാണ്. ഇത് ചുരുങ്ങിയ ഒരു സംഗതിയായിട്ട് കാണേണ്ടതില്ല. ഇത്തരം ഭിന്നതകൾ ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ്. വളരെ ഗുരുതരം. You are watching Reporter Evening Show.